ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടത്. 1-2 വർഷമല്ല, നീണ്ട 18 വർഷക്കാലം ബംഗളൂരു ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുകയും ഒടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്ത വിരാജ്പേട്ട സ്വദേശി അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വാർത്തയായിരുന്നു അത്. നീണ്ട 18 വർഷമാണ് ആ മനുഷ്യൻ വിചാരണയുടെ പേരിൽ അത്തരത്തിൽ ആ തടവിൽ കഴിഞ്ഞത്. ആ മനുഷ്യൻ്റെ ആയുസിൻ്റെ നല്ലൊരു പങ്കും ജയിലറയ്ക്കുള്ളിൽ വെച്ച് കൊണ്ടെത്തിയിരുന്നു. ഒടുവിൽ കഴിഞ്ഞ മാസം അദ്ദേഹം ജയിലിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. ഒരു കുറ്റവാളിയാണെന്ന് കോടതി വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നു. മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ്റെ മകൾ ഹൈറുനിസ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൂടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. തനിക്ക് കുട്ടിക്കാലം മുതൽ കടുത്ത മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എന്നും സ്കൂളിലും സമൂഹത്തിലും വലിയ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് അവർ അതിൽ പറഞ്ഞു വെച്ചത്. തീവ്രവാദിയുടെ മകൾ എന്ന് വിളിച്ച് ആളുകൾ അധിക്ഷേപിച്ചപ്പോൾ ദിവസങ്ങളോളം സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും ആ സഹോദരി അതിൽ സങ്കടത്തോടുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തൻ്റെ ഉപ്പ ജയിലിൽ വെച്ചുകൊണ്ട് മരിച്ചതല്ല, നേരെ മറിച്ച് ഉപ്പാനെ ജയിലിൽ വെച്ചുകൊണ്ട് കൊന്നു എന്നുള്ളതാണ്. വിചാരണ പോലും പൂർത്തിയാക്കാതെ ഇത്രയും കാലം തടവിലിട്ടത് കള്ളക്കേസിലാണ് എന്നും മുസ്ലിമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് നീതി കിട്ടാത്തത് എന്നൊക്കെ അവർ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെയധികം വിഷമത്തോടു കൂടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കാം. പിന്നെ നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ക്ലാസ്സിൽ കുട്ടികളെല്ലാം തീവ്രവാദിന്റെ മോള് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ദിവസം സ്കൂളിൽ പോകാണ്ട് ലീവാക്കിയിട്ടിരുന്നു. ഞാൻ നല്ല പഠിക്കുന്നുണ്ടായിരുന്നു. 10th എക്സാം നല്ല മാർക്ക് എടുക്കണമെന്നെല്ലാം ഉണ്ടായിരുന്നു. നോക്കുമ്പോ ഈ ഇപ്പാൻ്റെ ഈ ജയിലിൽ പോയി കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കുറെ ആബ്സെന്റ്. എന്താ പറയുക, നമുക്ക് പോകാൻ കഴിയുന്നില്ല. എല്ലാ ക്ലാസ്സിലെ കുട്ടികളെല്ലാം അങ്ങനെ പറയാം, തീവ്രവാദിന്റെ മോള് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു 2 മാസത്തോളം സ്കൂളിൽ പോകാണ്ടിരുന്നു. എക്സാം പിന്നെ ഉമ്മ പറഞ്ഞു പഠിപ്പിക്കാനൊന്നും ഇതില്ല, ആരും നമുക്കെല്ലാം നല്ല പഠിക്കണമെന്നെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായില്ല. ഇവന് ഒരേ ഒരു വയസ്സിന് മൂത്തേ ഇവൻ പണിക്കോയി ആഴ്ചക്ക് 100 റുപ്യ ഇട്ടു. ഉമ്മ അങ്കനവാടി പണിയെടുത്താല് എത്ര 1500 ആ സമയം 10 കൊല്ലം മുമ്പ് അത്രയും കിട്ടും. നല്ല ഉഷാറുണ്ട് ഇനി പോകുമ്പോ. പിന്നെ നോക്കുമ്പോ കാലിന്റെ വിരലും മുറിച്ച്. എന്നിട്ട് ഇപ്പൊ കോടതി വിധി വന്നതാണ്. മെയ് 16 CCH പറഞ്ഞ 50 പറഞ്ഞ കോടതി വിധി പറഞ്ഞു, ഉപ്പാനെ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെന്റ് പുറത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്നാലേ ഇവർ ബാക്കിയാവും. ശ്വാസം മുട്ടല് എപ്പ എന്നോട് ഫോണാക്കി പറയും. അപ്പൊ ഒരിക്കൽ കാണിക്കാൻ പോയപ്പോ ഡോക്ടർ ഉപ്പാനോടെ പറഞ്ഞോളൂ, നിങ്ങൾ ഒരു കിഡ്നി ഫുള്ള് പോയി, ഒരു കിഡ്നി 30% ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് ജയിലത്തെ ഇതിൽ അങ്ങനെയല്ല പറഞ്ഞതാ. ചൊവ്വാഴ്ച ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല, അതാ വെള്ളിയാഴ്ച മരിച്ചു. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ഉപ്പ ഇല്ല, ജയിലിലാണെങ്കിൽ 17 കൊല്ലം നമുക്ക് ഉപ്പ അവിടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ ഉണ്ട്. ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. ഒരു മരിച്ചിട്ടൊരു നായിന്റെ 12:35 മരിച്ച് വെള്ളിയാഴ്ച. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നത് 3 മണിക്ക്. പുറത്ത് ഹോസ്പിറ്റലിൽ ഒരു കൊണ്ടുപോകുന്നത്, അതും ആംബുലൻസ് ഇല്ല. ഒരു കൊണ്ടുപോയത് പോലീസ് ജീപ്പിന്റെ ബാക്കിൽ ഇട്ടിട്ട് ഒരു നായിനെ കൊണ്ടുവന്നോലാക്കിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ. അത് എൻ്റെ അടുത്തെല്ലാം ഉണ്ട്. ഓള് ബാംഗ്ലൂർ തന്നെയാണ്. അപ്പൊ ഓളെ ഭർത്താവും ഇവനെല്ലാം ഉണ്ടാടാ. ഒരു വട്ടം മുഖം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നില്ല. ഒരു മോർച്ചറി ബാക്ക് കൂട്ടെ, ഹോസ്പിറ്റലിന് മുമ്പ് കൂട്ടല്ല, ഒരു ബാക്ക് സൈഡ് കൂട്ട് ഉപ്പാനെ കയറ്റി. അങ്ങനെ KMCC വിളിച്ച് ഇതാക്കിയിട്ട് ഒച്ചപ്പാടാക്കിയിട്ട് ഒരു വട്ടം ഉപ്പാന്റെ മുഖം ഉപ്പ് മാത്രം കാണിച്ചു കൊടുത്തി. ഇവനക്കൊന്നും കാണിച്ചു കൊടുത്തില്ല. ഓളാടുന്ന് ഒച്ചപ്പാടാക്കി ഉപ്പാനെ കാണണം പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വട്ടം ഉപ്പാന്റെ മുഖം കാണിച്ചു കൊടുത്തു. ഒരാൾക്കും അറിയില്ല. എന്താ പറയുക, നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. തീവ്രവാദികള് എൻ്റെ ഉമ്മാനെ അംഗനവാടി പണി കുറെ ഒഴിവാക്കാൻ നോക്കി. ഇവിടുത്തെ ആൾക്കാർ കൂടിയിട്ട്. എന്താ പറയുക, തീവ്രവാദിന്റെ ഭാര്യയല്ല പണിയെടുക്കുന്നത്, ഗവൺമെന്റ് ഇതില്. അപ്പൊ ഓരോ പണി ഓഫീസിൽ അങ്ങ് പോയിട്ട് എഴുതി കൊടുത്ത്, ഉമ്മാനെ പണിയിൽ കൂട്ടാൻ പറ്റൂല അറിഞ്ഞു. പിന്നെ ഒരാൾക്ക് ഇതുപോലത്തെ ഒരു വിധി വരരുത്. ഒരു മക്കൾക്ക് ഉപ്പയില്ലാണ്ട് ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് നമ്മളെ 17 എൻ്റെ ഉമ്മാന്റെ കാലം മുഴുവനും ജയിലിൽ കഴിച്ച് കൂട്ടി. ഇപ്പൊ രോഗികളായി രണ്ടാളും. നമ്മളെ ബാല്യം ഉപ്പയില്ലാണ്ട് അങ്ങനെയൊക്കെ ഇനി ഒരു മക്കൾക്ക് ഇതുപോലെ ഒരു വിധി വരരുത്. കള്ളക്കേസ് തീവ്രവാദികളെ മക്കള് എന്നൊരിത് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവൂലേ. അങ്ങനെയല്ല നമ്മളെ 10, 17, 18 കൊല്ലം നമ്മളെ ചെറിയ ബാല്യ ജീവിതം ഫുള്ള് അങ്ങനെ പോയി. പിന്നെ ഇതന്നെ, നമ്മളൊരു മുസ്ലിം ആയെന്നുള്ളൊരു ഇതായോണ്ടാന്ന് നമുക്കൊരു നീതി കിട്ടിയില്ല നമ്മളെ ഉപ്പാക്ക്. എന്താ ഈ മാസം വിചാരണ തീരും എന്നൊരു പ്രതീക്ഷ മനസ്സിന് വല്ലാണ്ട് സന്തോഷമുണ്ട്. എന്താ പറയുക, നമ്മളെ വീട്ടിലേക്ക് വരാ. കുറച്ചു ദിവസം എന്നോട് പറഞ്ഞതാണ്, പേരക്കുട്ടികളൊപ്പരോ ഞാൻ മരിക്കുമ്പോ ജയിലിൽ മരിക്കണ്ട, എപ്പോ ഫോണാക്കിയാണ് ദുവർക്കണോ നീ
ഉപ്പ പൊരക്കെത്തിയിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് ദുവർക്കണമെന്ന് എപ്പോ എന്നോട് പറയും. ഞാൻ പറയും ഇല്ല ഉപ്പക്ക് അത്ര പഠിച്ചോൻ അങ്ങനെ ഒന്നും ആക്കൂല, ഇത്ര കൊല്ലം നമ്മളെ വിട്ട് നിന്നില്ല, അപ്പൊ പഠിച്ചോ അങ്ങനെ ആക്കൂല എന്ന് എപ്പോ പറയലുണ്ട്. നോക്കുമ്പോ പഠിച്ചോൻ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പോയി. ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാണ്ട് എന്റെ ഉപ്പാനെ കൊന്നു. ഉപ്പ മരിച്ചത് ഉപ്പാനെ കൊന്നോറും അടുത്ത CMയും CCയും കൂട്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല. നോക്കൂ, തൻ്റെ ഉപ്പ ജയിലിൽ വെച്ചുകൊണ്ട് ഒരുപാട് അസുഖങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് കൃത്യമായ പരിചരണമൊന്നും കൊടുത്തിരുന്നില്ല എന്നും, ഒരു പട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ ആംബുലൻസിൽ കൊണ്ടുപോകാതെ ജീപ്പിൻ്റെ പുറകിലിട്ട് കൊണ്ടുപോയെന്നൊക്കെ സങ്കടത്തോടുകൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ആ മരണപ്പെട്ടുപോയ ഉപ്പയുടെ മയ്യത്തിൻ്റെ മുഖം പോലും അവർക്ക് കാണിക്കാൻ കൊടുത്തില്ല എന്ന് വിഷമത്തോടു കൂടിയാണ് ആ സഹോദരി പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, വർഷങ്ങളോളം ആ മനുഷ്യൻ വിചാരണ തടവുകാരനായി ജയിലിൽ കഴിഞ്ഞു. അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ളത് കോടതിക്ക് ഇതുവരെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അവസാനം ആ മനുഷ്യൻ ജയിലിൽ കിടന്ന് മരണപ്പെട്ടു പോവുകയാണ്. നോക്കൂ, ഇനി അഥവാ നാളെ ഒരു കാലത്ത് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന ആ സാമൂഹികമായ ഒറ്റപ്പെടുത്തലിനും അപമാനത്തിനും ആരും മറുപടി പറയും? ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്കറിയാം, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ തെറ്റു ചെയ്തു എന്ന് കോടതി വിധിയെഴുതുന്ന സമയത്താണ് അയാൾ ഒരു കുറ്റക്കാരനായി മാറുന്നത്. അതുവരെ അയാൾ വിചാരണ തടവുകാരനായി മാത്രമായി മാറും. കേസുകളും മറ്റുമൊക്കെ നീണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വർഷക്കാലമാണ് ഇത്തരത്തിൽ ആളുകൾ വിചാരണ തടവുകാരനായിക്കൊണ്ട് ജയിലിൽ കഴിയേണ്ടി വരുന്നത്. നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായി ഇത്തരത്തിൽ വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയും അവസാനം നിരപരാധിയാണ് എന്ന് കോടതി വിധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ് അവസാനം ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അയാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതലും കാണാൻ കഴിയുന്നത് മുസ്ലിമീങ്ങളാണ്. ഉദാഹരണത്തിന് അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് ഒരു വിചാരണ തടവുകാരനായി പതിറ്റാണ്ടുകളോളമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ പകുതിയിലധികവും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. മാത്രമല്ല, അതിൻ്റെ ഭാഗമായി ഒരുപാട് രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ മനുഷ്യനെ തേടിയെത്തി. അവസാനം കുറ്റം തെളിയിക്കാനാകാതെ അദ്ദേഹത്തെ പിന്നീട് കോടതി വെറുതെ വിടുകയാണ്. അതുപോലെ തന്നെ 2006 നടന്ന മുംബൈ ട്രെയിൻ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ കുറച്ച് മുസ്ലിമീങ്ങളെ അന്ന് ജയിലിലടച്ചു. അതിൽ കമാൽ അൻസാരി എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു. നീണ്ട 16 വർഷക്കാലമാണ് ആ മനുഷ്യൻ ജയിലിൽ കിടന്നത്. പിന്നീട് അദ്ദേഹം നിരപരാധിയാണ് എന്ന് ആ കേസിൻ്റെ വിധി വരുന്ന സമയത്ത് കമാൽ അൻസാരി ജീവനോടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മരണപ്പെട്ടുപോയി. ആ കോടതി വിധി വരുന്നത് അദ്ദേഹം മരിച്ച 4 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളത് നാം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. കുറ്റവിമുക്തനാക്കപ്പെട്ട കമാൽ അൻസാരിയുടെ കബർനിരയിൽ ഇരുന്നു കൊണ്ട് ആ കുടുംബം കണ്ണീരോടുകൂടി സങ്കടത്തോടുകൂടി ആ കോടതി വിധി വാങ്ങിക്കുന്ന ഒരു കാഴ്ച കണ്ണീരോടുകൂടി എല്ലാവരെ നമുക്ക് ആർക്കും കാണാനാകില്ല. എന്തൊരു ക്രൂരതയാണിത്, എന്തൊരു അനീതിയാണിത്. നോക്കൂ, തെറ്റുകാരനാണ് എന്നുണ്ടെങ്കിൽ, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ നോക്കേണ്ടതില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ വേട്ടയാടുക എന്നുള്ളത് എന്തൊരു അനീതിയാണ്. ഇത് മറ്റുള്ളവർക്ക് മുമ്പിൽ മുസ്ലിമീങ്ങളെ ഒരു ഭീകരവാദിയും തീവ്രവാദിയും ഒക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ചില വർഗീയ ശക്തികളുടെ കൃത്യമായ ഗൂഢാലോചനയുടെയും അജണ്ടയുടെയും ഭാഗമാണ് ഇതെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പള്ളികളിൽ ബോംബാക്രമണം നടത്തിയ ഹിന്ദുത്വ തീവ്രവാദികളുണ്ട്. വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. അവന്മാരെല്ലാവരും ഇപ്പോൾ സുഖവാസത്തോടുകൂടി ജീവിക്കുകയാണ്. അവർക്കാർക്കും ഒരു വിചാരണ തടവുമില്ല, ഒന്നുമില്ല. നോക്കൂ, നീതി ന്യായം അതെല്ലാവർക്കും ഒരുപോലെയാകണം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് നമ്മുടെ ഭരണഘടന പറയുമ്പോഴും ചില കൂട്ടർ പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോവുകയാണ്. നീതി എന്നത് ഒരാളുടെ ജാതിയോ മതമോ സാമ്പത്തിക സ്ഥിതിയോ നോക്കിയാകരുത് നടപ്പിലാക്കേണ്ടത്. അത് എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്.